ഒരു 32-കാരന്റെ മരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഏറെ തളർത്തി. ആ യുവാവിന്റെ ഓർമ്മകളിൽ ട്രംപ് വിതുമ്പി. ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടാൻ ഉത്തരവിട്ടു. സെപ്റ്റംബർ 10 യൂത്താ വാലി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നതിനിടെയാണ് ചാർലി കിർക്ക് വെടിയേറ്റു മരിച്ചത്. അകാല വിയോഗം അമേരിക്കയെ ആകെ ഞെട്ടിച്ചു. ആരാണ് ചാർലി കിർക്ക്? 1993 ഒക്ടോബർ 14 ഇല്ലിനോയ്സിലാണ് ജനനം. ആർക്കിടെക്റ്റായ റോബർട്ട് ഡബ്ല്യു കിർക്കാണ് അച്ഛൻ. വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ പഠനത്തിനപ്പുറം രാഷ്ട്രീയത്തിലായിരുന്നു ശ്രദ്ധ. സമൂഹത്തിലെ ഓരോ ചലനങ്ങളും അറിയാൻ ശ്രമിച്ചു. അമേരിക്കൻ രാഷ്ട്രീയം ആഴത്തിൽ പഠിച്ചു. മനസ്സന്നു മുതൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കൊപ്പമാണ്. സബർബൻ ചിക്കാഗോയിലായിരുന്നു ഉപരിപഠനം. ഇല്ലിനോയ്സ് പാലറ്റൈനിലെ ഒരു കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായി ചേർന്നു. എന്നാൽ പകുതിക്ക് വെച്ച് പഠനം നിർത്തി. 2012 ടേണിംഗ് പോയിന്റ് USA എന്ന പേരിൽ സന്നദ്ധ സംഘടന രൂപീകരിച്ചു. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമിടയിൽ യാഥാസ്ഥിക മൂല്യങ്ങൾ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. ടേണിംഗ് പോയിന്റ് USA രാജ്യത്തെ 3000-ഓളം ഹൈസ്കൂളുകളിലും കോളേജുകളിലുമായി പടർന്നു പന്തലിച്ചു. നിരവധി ലീഡർഷിപ്പ് ക്യാമ്പുകളും സമ്മേളനങ്ങളും സംഘടിപ്പിച്ചു. 2016 റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിൽ പ്രസംഗിച്ചതോടെ വിദ്യാർത്ഥി നേതാവ് എന്ന നിലയിൽ അറിയപ്പെട്ടു തുടങ്ങി. അപ്പോഴേക്കും ശക്തനായ റിപ്പബ്ലിക്കൻ വക്താവായി മാറിയിരുന്നു കിർക്ക്. തന്റെ രാഷ്ട്രീയം പറയാനായി ദി ചാർലി കിർക്ക് ഷോ എന്ന പേരിൽ റേഡിയോ പരിപാടി തുടങ്ങി. പിന്നീടത് പോഡ്കാസ്റ്റ് ചെയ്യപ്പെട്ടു. ഫോക്സ് ന്യൂസ് ഉൾപ്പെടെയുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി അനുകൂല മാധ്യമങ്ങളുടെ നാവായി മാറി കിർക്ക്. ട്രംപിസത്തെയും ക്യാപിറ്റലിസത്തെയും അനുകൂലിച്ച് അമേരിക്കയിലുടനീളം പ്രസംഗിച്ചു. ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത അനുയായിയായി മാറി. ലിംഗസമത്വം, LGBTQ+ അവകാശങ്ങൾ എന്നിവയെ ശക്തമായി എതിർത്തു. 2020 പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിച്ചില്ല. കോവിഡ് പടർന്ന കാലത്ത് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിലൂടെ കുപ്രസിദ്ധിയും നേടി. ഇലക്ഷൻ ഫ്രോഡ് പരാമർശം കിർക്കിന് തിരിച്ചടിയായി. കുടിയേറ്റക്കാരെ അവജ്ഞയോടെ കണ്ടു. ആശയങ്ങളിലും ആദർശങ്ങളിലും ട്രംപിന്റെ പകർപ്പായിരുന്നു ചാർലി കിർക്ക്. ഒരുപക്ഷെ ഭാവിയിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരെ എത്തിയേക്കാവുന്ന വ്യക്തിത്വം. പോഡ്കാസ്റ്ററായ എറീക്ക ഫ്രാൻസോയാണ് ഭാര്യ. 2 കുട്ടികളുണ്ട്. ന്യൂസ് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.